നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിനായക ചതുർത്ഥി ദിനാഘോഷത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിനായക ചതുർത്ഥി ഗണപതി ഭഗവാന്റെ ജന്മദിനമാണ്. വിശ്വാസികൾ വിനായക ചതുർത്ഥി ആഘോഷമായി ആചരിക്കുന്നു. ശിവഭഗവാന്റെയും പാർവതീദേവിയുടെയും പുത്രനാണ് ഗണപതി ഭഗവാൻ. ശിവക്ഷേത്രത്തിലും ദേവീക്ഷേത്രങ്ങളിലും ഗണപതി ക്ഷേത്രങ്ങളിലും വിനായക ചതുർത്ഥി ദിനത്തിൽ പ്രത്യേക വഴിപാടുകളും ഗണപതി ഹോമങ്ങളും പൂജകളും നടത്താറുണ്ട്. ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി ദിനത്തിലാണ് വിനായക ചതുർത്ഥി ആഘോഷം ആചരിക്കാറ്. 10 ദിവസത്തോളമുള്ള ആഘോഷമാണ് വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ഗണേശോത്സവം. ആഘോഷങ്ങളുടെ അവസാന ദിനത്തിൽ ഗണപതി രൂപങ്ങൾ കടലിൽ നിമജ്ജനം ചെയ്യുന്നതാണ് ഗണേശോത്സവത്തിലെ അവസാന ചടങ്ങ്. ഗണപതി ഭഗവാൻ ആഘോഷത്തിൻ്റെ അവസാന ദിനത്തിൽ തൻ്റെ മാതാപിതാക്കളായ പരമശിവൻ്റെയും പാർവതീദേവിയുടെയും വാസസ്ഥലമായ കൈലാസത്തിലേക്ക് മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരിച്ചു പോകുന്നു എന്നാണ് ഐതിഹ്യം. ഗണേശോത്സവം ഇന്ത്യയിൽ ഏറെ പ്രാധാന്യത്തോടെ ആഘോഷമായി തന്നെ നടക്കാറുണ്ട്. ഉത്തരേന്ത്യയിൽ മഹാരാഷ്ട്രയിലാണ് വിനായക ചതുർത്ഥിയും ഗണേശോത്സവവും ആഘോഷമായി ആചരിക്കുന്നത്. ഉത്തരേന്ത്യയിലെ പ്രധാന ആഘോഷങ്ങളിലൊന്നാണ് വിനായക ചതുർത്ഥി. വിവിധ രൂപത്തിലും വലുപ്പത്തിലുമുള്ള ഗണപതി രൂപങ്ങളെ തെരുവിലൂടെ ആനയിച്ച് കൊണ്ടുപോകാറുണ്ട്. ഒപ്പം വാദ്യമേളങ്ങളുടെ അകമ്പടിയും ഉണ്ടാകും. മധുരപലഹാര വിതരണവും കൊട്ടും വാദ്യങ്ങളുമായി പൊടിപൊടിക്കുന്ന ആഘോഷമാണ് ഗണേശോത്സവം. കേരളത്തിലും വിനായക ചതുർത്ഥി പ്രാധാന്യത്തോടെ തന്നെ ആഘോഷിച്ചു വരുന്നുണ്ട്. ജാതിഭേദമന്യേ നടക്കാറുള്ള ആഘോഷമാണ് ഗണേശോത്സവം. തടസ്സ ദുരിതങ്ങളെ അകറ്റി നല്ല ഐശ്വര്യമുള്ള ദിനങ്ങളെ വരവേൽക്കാനായി വിശ്വാസികൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും ആഘോഷങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ഇതാണ് വിനായക ചതുർത്ഥി ഗണേശോത്സവത്തിൻ്റെ പ്രാധാന്യം. ശിവപാർവതി ക്ഷേത്രങ്ങൾ വേളം ഗണപതി ക്ഷേത്രം, ഇടിമുഴിക്കൽ മഹാഗണപതി ക്ഷേത്രം, തൃശ്ശൂർ കക്കാട് മഹാഗണപതി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ വിനായക ചതുർത്ഥി ദിനത്തിൽ പ്രത്യേക വഴിപാടുകളും പൂജകളും മഹാഗണപതി ഹോമങ്ങളും കേരളത്തിലെ ഈ ക്ഷേത്രങ്ങളിൽ നടത്താറുണ്ട്. തടസ്സ ദുരിതങ്ങൾ മാറാൻ വിനായക ചതുർത്ഥി വ്രതം എങ്ങനെയാണ് എടുക്കുന്നത്? ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി ദിനത്തിലാണ് വിനായക ചതുർത്ഥി ആഘോഷം. 2024 വിനായക ചതുർത്ഥി സെപ്റ്റംബർ മാസം 7-ാം തീയതി ശനിയാഴ്ചയാണ്. ചതുർത്ഥി വ്രത അനുഷ്ഠാനം ചതുർത്ഥിയുടെ തലേ ദിവസം മുതൽ തന്നെ അനുഷ്ഠിച്ചു തുടങ്ങണം. വിനായക ചതുർത്ഥിയുടെ തലേ ദിവസം മത്സ്യമാംസാദികൾ ഒഴിവാക്കണം. അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിനു ശേഷം വ്രതാനുഷ്ഠാനങ്ങൾ ആരംഭിക്കാം. വീട്ടിൽ ഗണപതി വിഗ്രഹമുണ്ടെങ്കിൽ കഴുകി തുടച്ച് ഗണപതി ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ച് തുടങ്ങണം. പൂജാമുറി പുഷ്പങ്ങളും കറുകമാലകൾ കൊണ്ടും അലങ്കരിക്കാറുണ്ട്. അന്നേ ദിവസം ഒരിക്കലൂണ് മാത്രമേ പാടുള്ളൂ. ഉച്ചയ്ക്ക് മാത്രം അരി ആഹാരം, രാവിലെയും രാത്രിയും അരി ആഹാരം കഴിക്കാൻ പാടുള്ളതല്ല. എണ്ണ തേച്ചു കുളി, ഉച്ച ഉറക്കം എന്നിവ ഒഴിവാക്കണം. ധാന്യങ്ങളോ പഴവർഗ്ഗങ്ങളോ മറ്റും കഴിച്ചു വേണം ഒരിക്കൽ വ്രതം എടുക്കാൻ. വിനായക ചതുർത്ഥി ദിനത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് ഗണപതി വിഗ്രഹത്തിനു മുന്നിൽ
വിളക്കു കൊളുത്തി പ്രാർത്ഥിക്കാം. കറുകമാല ചാർത്തുകയും ചെയ്യാം. തുളസി തീർത്ഥം കുടിച്ച് ചതുർത്ഥി വ്രതം ആരംഭിക്കണം. വീട്ടിൽ മോദകം തയ്യാറാക്കുക, അല്ലെങ്കിൽ ഗണപതി കൊഴുക്കട്ട തയ്യാറാക്കി ഗണപതിക്ക് നേദിക്കണം. ഗണപതിക്ക് ആദ്യം എന്നാണല്ലോ വിശ്വാസം. ശർക്കര, തേങ്ങ, അരിപ്പൊടി എന്നിവ ചേർത്താണ് മോദകം തയ്യാറാക്കുന്നത്. ഗണപതിക്ക് ഏറെ ഇഷ്ടമുള്ള വിഭവമാണ് മോദകം. വീട്ടിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയോ ക്ഷേത്ര ദർശനം നടത്തുകയോ ചെയ്യുക. ഗണപതിയുടെ മൂലമന്ത്രമായ ഓം ഗം ഗണപതയേ നമ 108 തവണ ഉരുവിടുക. ഗണപതി ഗായത്രി മന്ത്രം, ഗണേശ ദ്വാദശ മന്ത്രം എന്നിവയാണ് ചതുർത്ഥി ദിനത്തിൽ പ്രാധാന്യമുള്ള മന്ത്രങ്ങൾ. സകല തടസ്സങ്ങളും ശത്രുദോഷങ്ങളും ഒഴിവാക്കി വിഘ്നങ്ങളിൽ നിന്ന് നമ്മെ ഗണപതി ഭഗവാൻ രക്ഷിക്കും എന്നാണ് വിശ്വാസം. ചതുർത്ഥി ദിനത്തിൽ പൂർണ്ണമായും അരി ആഹാരം ഒഴിവാക്കി മറ്റു ധാന്യങ്ങൾ കഴിക്കാം. ഗോതമ്പ്, റാഗി, പഴവർഗ്ഗങ്ങൾ എന്നിവ കഴിക്കാവുന്നതാണ്. പൂർണ്ണമായും മനസ്സും ശരീരവും ശുദ്ധിയോടെ കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഗണപതി ക്ഷേത്രത്തിൽ വിനായകന് ഇഷ്ടമുള്ള വഴിപാടുകൾ നിങ്ങളുടെ കഴിവിനനുസരിച്ച് കഴിക്കാവുന്നതാണ്. ഗണപതിയുടെ ഇഷ്ട വഴിപാടുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. സകലമാന തടസ്സങ്ങൾക്കും ശത്രുദോഷങ്ങൾക്കും വേണ്ടി മഹാഗണപതി ഹോമം കഴിക്കാവുന്നതാണ്. ഗണപതി ഹോമം ഓരോ മാസവും നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിനങ്ങളിൽ കഴിക്കുന്നതും ഏറെ ഫലപ്രദമാണ്. തൊഴിൽ തടസ്സം മാറുന്നതിനും ആഗ്രഹ സാഫല്യത്തിനും ഗണപതിക്ക് കറുകമാല ചാർത്താവുന്നതാണ്. ഉണ്ണി ഗണപതിക്ക് മോദക നിവേദ്യം സമർപ്പിക്കുന്നത് വിവാഹത്തിനും സന്താനലബ്ധിക്കും വേണ്ടിയാണ്. വിവാഹ തടസ്സം മാറാൻ കദളിപ്പഴമാല കഴിക്കാവുന്നതാണ്. നെയ്വിളക്ക്, ഉണ്ണിയപ്പം എന്നീ വഴിപാടുകൾ തടസ്സ ദുരിതങ്ങളെ നേരിടാനായി ഗണപതിക്ക് സമർപ്പിക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് വിനായക ചതുർത്ഥി ദിനത്തിൽ ചെയ്താൽ വിഘ്നങ്ങളെ അല്ലെങ്കിൽ തടസ്സങ്ങളെ അകറ്റാൻ ഫലപ്രാപ്തിയുള്ള വഴിപാടുകളാണ്. വിനായക ചതുർത്ഥി ദിനത്തിൽ കഴിയുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കേതുർദശ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരും കേതുർദശ ദോഷങ്ങളും അനുഭവിക്കുന്നവർ തീർച്ചയായും ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഏറെ ഐശ്വര്യങ്ങൾ ഉണ്ടാക്കി തരുമെന്നാണ് വിനായക ചതുർത്ഥി ദിനത്തിൻ്റെ പ്രാധാന്യം. വിനായക ചതുർത്ഥി ദിനത്തിൽ രാത്രിയിൽ ചന്ദ്രനെ ദർശിക്കരുതെന്നാണ് വിശ്വാസം. വിനായക ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ ദർശിച്ചാൽ അപമാനം, അപകീർത്തി, തടസ്സങ്ങൾ, മനോക്ലേശങ്ങൾ എന്നിവ സംഭവിക്കുമെന്നാണ് ഇതിനു പിന്നിലെ ഐതിഹ്യം. ചതുർത്ഥി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ക്ഷേത്ര ദർശനം നടത്തി തേങ്ങ ഉടച്ചു വേണം വ്രതം അവസാനിപ്പിക്കേണ്ടത്. അന്നേ ദിവസവും മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്നതാണ് ഉചിതം. സകല ദുഃഖങ്ങളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും ഗണപതി ഭഗവാൻ നമ്മെ രക്ഷിക്കട്ടെ. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിൻ്റെ വിനായക ചതുർത്ഥി ദിനാശംസകൾ. കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വീഡിയോ ഷെയർ ചെയ്യൂ.